ഇന്ന് നമുക്ക് ഏറെ സങ്കടമുള്ള ഒരു ദിവസമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ജനുവരിയിൽ മേടിച്ച ആദ്യത്തെ ബാച്ചിലെ ഗിരിരാജൻ കോഴിയാണ്. ഇപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മെയ് ഇപ്പം സ്റ്റാർട്ടായല്ലോ. അപ്പോൾ 10 ദിവസം കൂടിയായി. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു വളർച്ചയായിരുന്നു. ഏതാണ്ട് 3.5 കിലോയോളം തൂക്കം ഉണ്ടായിരുന്നു നമ്മുടെ ഈ കോഴി. ഇന്നലെയാണ് ഞാൻ ഒത്തിരി നാൾ കൂടി ഇതിനെ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഇവിടെ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ലായിരുന്നു, പട്ടി, പൂച്ച, അങ്ങനെയുള്ള പാമ്പ്, അതിൻ്റെ എല്ലാം ശല്യം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ ചൂടായതുകൊണ്ട് അഴിച്ചു വിടാറില്ലായിരുന്നേ. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട്, നമ്മുടെ നാട്ടിൽ ചൂടായിരുന്നതുകൊണ്ട് ഞാൻ അഴിച്ചു വിട്ടിരുന്നു. ചൂട്ടൊക്കെ ഇവന്മാർ ആ പൂവന്മാരുടെ കൂടെ മേലോട്ട് കയറിപ്പോയി. ആ ഭാഗത്തേക്ക് പോയതാണ്. ആദ്യം നമ്മൾ നല്ല തീറ്റ 3 നേരം കൊടുക്കുന്നതായിരുന്നു. ആ ഭാഗത്തേക്ക് പോയതാണ്. അപ്പോൾ പട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ പട്ടികൾ, അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ പട്ടി വെറുതെ ആ ഭാഗത്ത് ഉള്ള വീട്ടിലിങ്ങനെ പട്ടി പെറ്റ് കിടപ്പുണ്ട്. ഭയങ്കര ശല്യമായിട്ട് എന്നാ നാട്ടുകാർ പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വലിയ ശല്യമായിട്ട് വന്നിട്ടില്ല, എന്നാലും വന്ന ഇടയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ ചെരുപ്പും ഒരു ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ 4 പേരുടെയും ചെരുപ്പ് കടിച്ച് പറിച്ച് കളഞ്ഞു. ഒരു ചെരുപ്പിന് 500 രൂപ വെച്ചാൽ 2000 രൂപയായി ഞങ്ങൾ രാവിലെ തന്നെ പോയത്. അന്ന് ചെരുപ്പില്ലായിരുന്നു. ചെരുപ്പില്ലാത്തതുകൊണ്ട് കടയിൽ പോലും പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അഴിച്ചു വിടാതെയായിരുന്നു വളർത്തിയിരുന്നത്. എന്തായാലും ഇന്നലെ അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴാണ് പട്ടി അവനെ ഓടിച്ച് ഇതുകൊണ്ട് അവിടുന്ന് ആ മേളിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നു. ഞാനിവിടെ ഒന്ന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക്. അപ്പോഴായി അവിടുന്ന് ഈ ഒച്ച കേട്ടത്. അങ്ങോട്ട് സാധാരണ പോകുന്നതല്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അലേർട്ടായി കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ഈ ബാക്കി കൂടെ ഉണ്ടായിരുന്ന 9 എണ്ണം കൂടെ പറന്നിങ്ങനെ പോകുന്നു, ഈ പൂവനൊക്കെ. അപ്പോൾ ഇതിന് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടേ ഇപ്പം തന്നെ ഒരു 3.5 കിലോ അടുത്ത് അതിൽ കൂടുതലുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഫാസ്റ്റായിട്ട് അതിന് പറന്ന് പോരാനും പറ്റത്തില്ല, ഓടാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ പോകുന്ന അത് ഓടി അവിടെ വന്ന് അലച്ച് വീണു. അപ്പം ഞാനോർത്ത് എല്ലാം ഞാൻ പോകുന്നല്ലോ, ഇവിടുന്ന് എല്ലാം കാറിക്കൂടി ഒച്ച എല്ലാം വെച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് നിശബ്ദമായി. അപ്പം ഞാൻ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇതിനെ മാത്രം കാണാനില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ വീണ്ടും അവിടെ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി പട്ടി അവിടെ ഇട്ട് അതിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ കടിച്ചോ എന്ന് ചോദിച്ചാൽ കടിച്ചില്ല. അവന് കടിച്ചിട്ട് കിട്ടിയില്ല. കാരണം ഇതിന് സൈസ് കൂടുതലായിരുന്നതുകൊണ്ടേ കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അവനെ പ്രസ് ചെയ്ത് ഈ കാപ്പിയുടെയും തടിയുടെ എല്ലാം ഇടയ്ക്കിട്ട് ശരിക്കും മൂക്കുകൊണ്ട് അവനെ കുത്തുകയും കടിച്ചെടുക്കാൻ വേണ്ടി കഴുത്തിന് പിടിച്ചു. അപ്പോൾ എങ്ങനെയോ പിന്നെ ഞാൻ പെട്ടെന്ന് ചെന്ന് ഒച്ച വെച്ചുകൊണ്ട് ഇട്ടിട്ട് പോയി. അന്നേരത്തിന് നമ്മുടെ ഗിരിരാജനോ അറന്ന് വന്ന് ഇവിടെ വന്നു അങ്ങോട്ട് അങ്ങ് വീണ് പോയി. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ദേഹമൊക്കെ ഒന്ന് കുലുക്കി വെള്ളമൊക്കെ കൊടുത്തു. പക്ഷേ തല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞങ്ങ് കിടന്നുപോയി. ഒരു 4:30 ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ 4:30 ആയപ്പോഴത്തേനും നടന്ന് പിന്നെ ഞാൻ എടുത്ത് അതിനെ കൂട്ടിലേക്ക് എടുത്ത് വെച്ചു. 5:30 ആയി. ഒരു 6 മണിയൊക്കെ ആയി. കൂട്ടിൽ ബാക്കി കോഴികളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം കയറിയ സമയത്ത് നോക്കിയപ്പം അതിനെ ഞാൻ മാറ്റിയായിരുന്നു ഇട്ടിരുന്നത്. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാറ്റിയിട്ടിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിരുന്നു. ഒന്ന് ദേഹമൊക്കെ നല്ലൊന്ന് ചിരിഞ്ഞ് ചൂടൊക്കെ ആക്കിയതായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തി തലയൊക്കെ പൊക്കി പിന്നെ എഴുന്നേറ്റ് നടന്നു. അപ്പോൾ ഞാനോർത്തെന്നാൽ രക്ഷപ്പെട്ട് കാണുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്തായാലും ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേനും ഈ അവസ്ഥയിലങ്ങ് ആയിപ്പോയി. അപ്പോൾ അതൊരു വലിയ സങ്കടമായിരുന്നു. ആയിപ്പോയി. ഏറ്റവും വലിയ കോഴിയായിരുന്നു നമ്മുടെ ഈ കളക്ഷനകത്തെ ഗിരിരാജനായിരുന്നു. എന്തായാലും പുള്ളിക്കാരത്തി കുറേ മുട്ട, ഒരു 10-20ഓളം മുട്ട ഇപ്പോൾ ഇട്ട് ഈ ഒരു 20 ദിവസത്തിനുള്ളിൽ. 2 തവണ മറ്റേ ഇടാതിരുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും തന്നെ മുട്ട കിട്ടും. നല്ല സൈസുള്ള മുട്ടയായിരുന്നു. പാവം ചത്തുപോയാൽ ഒത്തിരി സങ്കടമുണ്ട്.
അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങളുടെ വീടുകളിലും ഈ ചൂടത്ത് നമ്മുടെ കോഴിനെയൊക്കെ ഒന്ന് അഴിച്ചു വിടാൻ ശ്രമിച്ചാൽ, അതുപോലെ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും. നമ്മുടെ വളർത്തുമൃഗങ്ങൾ അവയെ ആക്രമിക്കും. ചൂട് കൂടുമ്പോഴത്തേനും ഇതിനെല്ലാം അറ്റാക്കിൻ്റെ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൊന്നു കളഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പം ഇവിടെ നമുക്ക് നെറ്റടിക്കണം. അതിനുള്ള പണികളാണ് ഇന്നും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചൂട് കൂടിയത് കൊണ്ടാണ് ഞാൻ അവിടെ ഒരു പ്ലാസ്റ്റിക് ഇട്ടിരുന്നത്. പിന്നെ പൊക്കത്തിങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമ്മുടെ ജൈവവേലി ഇവിടെ ഉള്ളതുകൊണ്ടും അതെല്ലാം പടർന്ന് പന്തലിച്ച് കയറി വരുന്നതുകൊണ്ടൊരു ചെറിയ തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നതുകൊണ്ടേ ആണ് നമ്മൾ അഴിച്ചു വിട്ടത്. ഇവിടെ പുതിയ ബാച്ച് പാവലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണ്, നമുക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, ജീവിതത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കും. കള്ളും കുടിക്കാതെ, ബീഡിയും വലിക്കാതെ, കഞ്ചാവും വലിക്കാതെ, തമ്പാക്കും വായി വെക്കാതെ, അലുക്കുലി തടവാടിനും പോകാതെ, പെണ്ണും പിടിക്കാതെ, നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ കറുകച്ചാല എന്ന വലിയ ടൗണിൽ കടയിട്ട് സ്വന്തമായിട്ട് ആരുടെ ഹെൽപ്പില്ലാതെ കടയിട്ടു. വൈഫിനൊരു കട ഉണ്ടാക്കി കൊടുത്തു, തയ്യൽക്കട ഉണ്ടാക്കി കൊടുത്തു. ഏറ്റവും നല്ല രീതിയിൽ അതിനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത നല്ല കാര്യങ്ങളും ചെയ്ത് ഉള്ള ഒരു 50-ാമത്തെ വയസ്സിൽ എനിക്ക് അറ്റാക്ക് വന്നുപോയി. ഇത് ഞാൻ അതിനെതിനെയും കൂട്ടിക്കലർത്തുന്ന, എന്നാൽ കൂട്ടിക്കലർത്താൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധയോടെ എത്ര നന്നായിട്ട് ജീവിതത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നോ അവിടെയാണ് നമുക്ക് കൂടുതലൊരു പരാജയം സംഭവിക്കുകയും നമ്മളെ ഇടിച്ചിരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അത് വളരാനുള്ളൊരു കരുത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കരുത്തുണ്ടാകുന്നത്. എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് പ്രതീക്ഷിക്കട്ടെ. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാവിലത്തെ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മുടെ ബാക്കി കോഴികൾ ഇന്ന് ഞാൻ അഴിച്ചു വിടുന്നില്ല. ചെറുതിനും വലുതിനും ഒന്നും അഴിച്ചു വിടുന്നില്ല. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് നോക്കി നിൽക്കുക, ബാക്കീനെ അഴിച്ചു വിടാത്ത എന്താണെന്ന് ചോദിച്ച്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടെത്താം. അപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗിരിരാജൻ കോഴിക്ക് ഒരു അശ്രു പൂജ. നമ്മുടെ പ്രിയപ്പെട്ട പക്ഷികളെ മൃഗങ്ങളെ ആയാലും ഒക്കെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയൊരു സങ്കടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വർത്താനമൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. ഞാൻ ഷോർട്സൊക്കെ ഇട്ടതിനകത്ത് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. എൻ്റെ അടുത്ത് വന്നിരുന്ന് നിൽക്കുന്നതായിരുന്നു. പോയി. അപ്പോൾ താങ്ക് യു.